ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിലെ ക്രിസ്മസ് ആഘോഷവും അവിടുത്തെ തിരക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും ആ ബ്രോഡ്വേയിലെ തിരക്ക് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ സംഭവം. ഇത് നമ്മുടെ എറണാകുളം ഗ്രൗണ്ടും ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഒന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഇവിടെ വലിയൊരു സ്റ്റേജൊക്കെ ഉണ്ട്. ഓണസമയത്തൊക്കെയാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക. പിന്നെ ക്രിസ്മസിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഓണത്തിന്. അതേപോലെ തന്നെ ഇവിടെ ശിവൻ്റെ അമ്പലമുണ്ട് ഇതിനോട് ചേർന്ന്. അപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ നിറഞ്ഞ ആളായിരിക്കും, റോഡ് നിറച്ചും ആളായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉത്സവം വന്നാൽ മാത്രമേ ഇവിടെ ആളുണ്ടാവുള്ളൂ. ക്രിസ്മസിനൊന്നും തിരക്കുണ്ടാവില്ല കേട്ടോ. പിന്നെ എന്താ, ഓണത്തിന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ സംഭവം. നമ്മളിപ്പോൾ ബ്രോഡ്വേ കാണുന്നതിൻ്റെ അതേ സ്ഥിതിയായിരിക്കും എറണാകുളം മൊത്തം ഉണ്ടാവുക. ബ്രോഡ്വേ മാത്രമല്ല, എല്ലായിടും അതായിരിക്കും സ്ഥിതി. അപ്പം ഞങ്ങൾ ഇപ്പോൾ ശരിക്കും നേരെ ബ്രോഡ്വേയിലേക്കല്ല പോയത്. ഒന്ന് നമ്മുടെ പുല്ലേപ്പടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തായിരുന്നു, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നമ്മൾ ബ്രോഡ്വേയിലെത്തിയത് കേട്ടോ. അപ്പോൾ ബ്രോഡ്വേയിൽ എത്തിയപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ, അടിപൊളി സംഭവങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് റെഡ് ഡ്രസ്സുകളൊക്കെ എല്ലാ കടയിലും എത്തുമല്ലോ, അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ. ഇത് ഇവിടുത്തെ പഴയ കടകളാണ് കേട്ടോ. വെട്ടുകാട്ടിൽ മഹാരാജാസ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അതൊക്കെ പുതുക്കി പണ്ടു എന്നൊക്കെ മോൻ പറഞ്ഞപ്പോൾ വീണ്ടും ഞാനൊന്നും കൂടി എടുത്തതാണത്. അങ്ങനെ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ അവിടെ എത്തി കാഴ്ചകളൊക്കെ കണ്ടു. ആ തിരക്കിൽ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു നമ്മളും കൂടെ എന്നുള്ളതാണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ട് പോലും ഇടമില്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എത്തിയിരിക്കുന്നത്, മുമ്പ് പോയിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഇലക്ട്രോണിക് സിറ്റി. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ അസോസിയേഷൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നുണ്ട്. അതിന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് വന്നത് കേട്ടോ. എന്തായാലും എറണാകുളത്തേക്ക് വന്നു, അപ്പോൾ പിന്നെ അവിടെ കയറി അത് വാങ്ങിക്കാം, അവിടെ ആകുമ്പോൾ വില കുറവിലൊക്കെ കിട്ടും എന്നും പറഞ്ഞ് വന്നതാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടി. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. പിന്നെ പോരാത്തത് ബ്രോഡ്വേന്ന് വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കായ വറുക്കുന്നത് ഞാൻ എടുക്കാനുള്ള പ്രത്യേക കാര്യം എന്താണെന്നറിയോ, ഇവർ 5ഉം 6ഉം കായൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഈ അരിഞ്ഞിടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ എന്താ, നമ്മളങ്ങനെ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബ്രോഡ്വേയിലെ തിരക്കിലേക്ക് പോവാം. ഓ എന്ത് ജന, ക്രിസ്മസിൻ്റെ തിരക്ക്. എത്രയാ ബാഗിന്? 100 രൂപ മേക്കടയിൽ. ഇത് ചെറിയ ഉന്തുവണ്ടിക്കാരൊക്കെ തോന്നിയ സ്ഥലത്തൊക്കെ നിന്ന് കച്ചവടം നടത്തിയിട്ട് പോലീസുകാർ അവിടെ ഇരുന്ന് എഴുതിയെടുത്ത് അവർക്ക് ഫയർ ചെയ്യുന്നതാണ് കേട്ടോ. വിഷ്ണു ഓടായിരുന്നു. അല്ല, ഇത് എൻ്റെ ഉള്ളിൽ വിഷ്ണുവിടെ രാവിലെ പോലെ കിട്ടാൻ പറ്റാത്ത തിരക്ക്. ഓപ്പോസിറ്റ് വഴിയില്ലേ, എന്തൊരു തിരക്ക്, എന്തൊരു തിരക്ക്, എന്തൊരു തിരക്ക്.
ഇതിന് 100 രൂപ വേണ്ട പറഞ്ഞു. അസോസിയേഷൻ്റെ 21 കൊള്ളാമല്ലോ. ഇവിടെ സ്ഥിരം കടക്കാരും അല്ലാത്തവരും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ പലയിടത്തും വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല വിലയാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം അത് പലയിടത്ത് കയറി ഇറങ്ങിയാലാണ് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്നത്. കാരണം അത്രയും തിരക്കല്ലേ, ആൾക്കാർ ആദ്യം കാണുന്നത് വായിച്ചു പോകുന്നവരൊക്കെ ഉണ്ടാവും. ഏറ്റവും ഇറക്കമൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ ബ്രോഡ്വേ കാഴ്ചകൾ ഇത്രയും എടുത്തുള്ളൂ കേട്ടോ. ഭയങ്കര തിരക്കാരണം കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ, പിന്നെ എടുക്കാമെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ എന്തായാലും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ച് നേരെ മടങ്ങി. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ.